നമസ്കാരം. പ്രധാന വാർത്തകൾ. കാശ്മീരിലെ ജെയ്ഷെ ഭീകരന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടി NIA. ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ സർതാജ് അഹമ്മദ് മണ്ടുവിന്റെ സ്വത്തുക്കളാണ് ദേശീയ അന്വേഷണ ഏജൻസി കണ്ടുകെട്ടിയത്. NIA പ്രത്യേക കോടതിയുടെ ഉത്തരവനുസരിച്ചാണ് നിയമ നടപടി. കാശ്മീരിലെ പുൽവാമ ജില്ലയിലെ കിസരിഗാമിലെ വസ്തുക്കളാണ് കണ്ടുകെട്ടിയത്. നിരോധിത പാകിസ്ഥാൻ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ സജീവ പ്രവർത്തകൻ സർതാജ് അഹമ്മദിനെ 2020 ജനുവരി 31 അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ കയ്യിൽ നിന്നും നിരവധി ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും കണ്ടെത്തുകയും ചെയ്തിരുന്നു. 2020 ജൂലൈ 27 കുറ്റപത്രം സമർപ്പിച്ച കേസിൽ നിലവിൽ വിചാരണ നേരിടുകയാണ്. തലസ്ഥാനത്ത് ശക്തമായ മഴ, താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിൽ. തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പെയ്ത ശക്തമായ മഴയിൽ വിവിധ പ്രദേശങ്ങൾ വെള്ളത്തിൽ മുങ്ങി. പലയിടത്തും മഴ തോർന്നിട്ടും വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ്. 2 മണിക്കൂറിലേറെ നേരമാണ് നഗരത്തിൽ മഴ പെയ്തത്. തമ്പാനൂർ ജംഗ്ഷനിലും ബേക്കറി ജംഗ്ഷൻ തുടങ്ങിയ നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വലിയ വെള്ളക്കെട്ടുണ്ടായി. മഴയെ തുടർന്ന് നിരവധി കടകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കപിൽ സിബൽ സുപ്രീം കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റ്. മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലിനെ സുപ്രീം കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. കപിൽ സിബലിന് 1066 വോട്ടുകൾ ലഭിച്ചു. മുതിർന്ന അഭിഭാഷകനായ പ്രദീപ് റായ് 689 വോട്ടുകൾ നേടി രണ്ടാമതെത്തി. നിലവിലെ പ്രസിഡന്റ് ആദിഷ് സി അഗർവാലയ്ക്ക് 296 വോട്ടുകളാണ് ലഭിച്ചത്. 4ാം തവണയാണ് കപിൽ സിബൽ സുപ്രീം കോടതി ബാർ അസോസിയേഷന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. 23 വർഷം മുമ്പ് 2001 അവസാനമായി കപിൽ സിബൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. 1995, 96, 97, 98 കപിൽ സിബൽ സുപ്രീം കോടതി ബാർ അസോസിയേഷന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലെ അനാസ്ഥ പതിവ്. അമ്മയെ കൊന്നതെന്ന് മരിച്ച ഉമൈബയുടെ മകൻ. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ ഗുരുതര ആരോപണവുമായി മരിച്ച പുന്നപ്ര സ്വദേശിയുടെ മകൻ. പനി ബാധിച്ച് മരിച്ച ഉമൈബയുടെ മകൻ നിയാസാണ് രംഗത്തെത്തിയത്. അതേസമയം സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉമ്മയെ കൊന്നതാണ് എന്നാണ് നിയാസ് ആരോപിക്കുന്നത്. ആശുപത്രിയിൽ നിന്ന് നേരിട്ട മോശം അനുഭവങ്ങളെക്കുറിച്ചും നിയാസ് തുറന്നടിച്ചു. MRI എടുക്കാൻ MLA വിളിച്ചു പറയേണ്ടി വന്നു. ICUവിലേക്ക് മാറ്റാൻ സൂപ്രണ്ട് വന്ന് ബഹളം വെക്കേണ്ടി വന്നു. ജൂനിയർ ഡോക്ടർമാരാണ് എല്ലാം കൈകാര്യം ചെയ്തത്. വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലെ അനാസ്ഥ പതിവെന്നും നിയാസ് പറഞ്ഞു. വണ്ടാനത്ത് മികച്ച ചികിത്സ കിട്ടിയിരുന്നുവെങ്കിൽ ഉമൈബയ്ക്ക് മരണം സംഭവിക്കില്ലായിരുന്നു എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഇന്നലെ രാത്രിയോടെ ഉമൈബയുടെ മൃതദേഹവുമായി വണ്ടാനം മെഡിക്കൽ കോളേജിന് മുന്നിൽ ഇവർ പ്രതിഷേധവും നടത്തിയിരുന്നു. 100-ലധികം പേരാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. കോവാക്സിനും പാർശ്വഫലങ്ങളുണ്ടെന്ന് കണ്ടെത്തൽ. കോവിഷീൽഡിന് പുറമെ ഇന്ത്യൻ കമ്പനി നിർമ്മിച്ച കോവാക്സിൻ സ്വീകരിച്ചവരിലും പാർശ്വഫലങ്ങളുണ്ടെന്ന് റിപ്പോർട്ട് പുറത്ത്. കൗമാരക്കാരികളിലും അലർജിയുടെ പ്രശ്നങ്ങളുള്ളവർക്കും കോവാക്സിൻ പാർശ്വഫലങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നാണ് ഗവേഷകരുടെ കണ്ടെത്തൽ. ശ്വാസകോശ രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, നാഡീസംബന്ധ അസുഖങ്ങൾ തുടങ്ങി പ്രശ്നങ്ങളാണ് കൗമാരക്കാരിലുണ്ടായത്. നാഡീസംബന്ധ രോഗങ്ങൾ, ആർത്തവ പ്രശ്നങ്ങൾ, നേത്രരോഗങ്ങൾ തുടങ്ങിയവ മുതിർന്നവരിലുമുണ്ടായി. ചിലർക്ക് സ്ട്രോക്ക്, സ്ത്രീകളിൽ ടൈഫോയിഡ് തുടങ്ങിയ അസുഖങ്ങളും പാർശ്വഫലമായി ബാധിച്ചുവെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു.